എന്താ പറയാ 22 മിനിറ്റും താളം കയ്യിലുണ്ട്. അതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പിടിക്കുമ്പോൾ എങ്ങനെ ഇവിടെ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ നമ്മൾ ഇങ്ങനെയല്ല, ഇവിടെ താളം ഉണ്ട്, ഒരു താളം ഇവിടെ ഇങ്ങനെ ഇടിക്കുമ്പോ ഇവിടെ വരുമല്ലോ, ഇവിടെ വന്ന്. ഹലോ അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രോഗ്രാം ഉണ്ട്. ഇന്ന് ഏറ്റുമാനൂര് പുഷ്പഗിരിയിലാണ്, പുഷ്പഗിരി പള്ളിയിലാണ് പ്രോഗ്രാം. ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ട് തുടങ്ങിയപ്പോഴാണോ ജ്വാല കലാസമിതി ഒരുപാട് പേര് വിളിക്കാൻ തുടങ്ങിയത്, അല്ല അതിന് മുമ്പ്? നമുക്കൊരു കാരണമാണ് ഇൻസ്റ്റ. നമ്മുടെ ടീം അത്യാവശ്യം ഫേമസ് ആയത് ഇൻസ്റ്റ വഴിയൊക്കെയാണ്. തന്നെയാണ് കാരണം ആ സാധനം ഇട്ട് ചുമന്ന് കൊട്ടണം എന്നൊരു നോക്കി ചേച്ചി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ചേച്ചി അവിടെ വെച്ചു പോകും. അപ്പൊ കുറെ പേരിങ്ങനെ അത് വെള്ളം കിട്ടാതെ, എനിക്ക് കുറെ അനുഭവങ്ങളുണ്ട്. വെള്ളവും കിട്ടില്ല, എന്താ പെൺപിള്ളേരാകുമ്പോൾ പല അവസ്ഥകളുണ്ടാവുമല്ലോ, തോൽത്തി പോകാൻ പറ്റില്ല, അങ്ങനെ കുറെ അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ. 6ാം ക്ലാസ് ഒരു കൂട്ടുകാരി പോലും ഉണ്ടായിട്ടില്ല. 6ാം ക്ലാസ് ഒരു കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ അവിടെ പെൺപിള്ള ഉണ്ടായിരുന്നു, ഒരു അകൽച്ച ഉണ്ടായിരുന്നു. എന്താ കാരണം എനിക്കറിയില്ല. സമയത്തൊക്കെ ഒന്നും പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വെയിറ്റ്, ഫുഡ് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് പരിപാടിക്ക് പോയപ്പോ. ഞങ്ങൾ പെണ്ണുങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഞങ്ങൾ അറിയുന്നില്ല, കാരണം ചെണ്ട എടുക്കുന്നില്ല. പക്ഷെ താളത്തിലുണ്ട് ഞങ്ങൾക്ക് ചെണ്ട എടുക്കാത്തതുകൊണ്ട് ആദ്യം വെയിറ്റ് ഞങ്ങൾക്ക് അധികം അറിയില്ല, കുറച്ച് വെയിറ്റ് അറിയുള്ളൂ. പക്ഷേ എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റുള്ള സാധനം തന്നെയാണ്. നമ്മൾ വന്നൊരു പരിപാടി ഇങ്ങനെ ഇതാക്കണല്ലോ, ഇതിന് വെയിറ്റും താങ്ങി നമുക്കൊരു 5 മിനിറ്റ് ചെണ്ട മാറാനോ ഒന്നും വെക്കാൻ പറ്റില്ല. ചെണ്ട വെക്കുമ്പോഴേക്കും എനിക്ക് രൂപ കൊട്ടാന്ന് പറഞ്ഞു പോകുന്നത്. ഒറ്റപ്പെട്ട കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ഒഴിവാക്കണു, എന്താ പറയണ്ടേ, കളിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കണു, അവരൊരു കൂട്ടത്തോടെ ഒരുമിച്ച് കളിക്കണു. നമ്മൾ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച കുറെ പേര് ഉണ്ട്. പക്ഷെ ഒരു കാരണം ഉണ്ടാവും, എന്താ പറയണ്ട, പറയാൻ പറ്റിയ കാരണം ഉണ്ടാവും. പക്ഷെ എന്ന് സുഹൃത്ത് ബന്ധം വെച്ച് പോവില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇരിക്കുമല്ലോ. പക്ഷെ അത് ഒറ്റപ്പെടുത്തിയിട്ട് നമ്മുടെ എന്താ പറയുക കുറവുണ്ട്, സ്വയം നിയന്ത്രണം വിടുന്ന ഒരു അവസ്ഥ വരെ തോന്നിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യണതെന്നും അറിയാം. അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല, നമുക്ക് കാരണം എന്താ പലതല്ലോ. അവിടുത്തെ അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ എൻ്റെ മൈൻഡ് മൊത്തം മാറും. എന്താ പറയണ്ടേ, ഇടയ്ക്ക് എന്താ പറയണ്ട, ഒരു ദേവിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവള് പാട്ടിനൊപ്പം അല്ല ചെണ്ടയോടൊപ്പം താളം കളിക്കുകയാണ്. കുറെ പേര് അങ്ങനെ അവൾക്ക് ഭ്രാന്താലും മറ്റേ സൂക്കേട പേര് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെല്ലാവർക്കും വിശ്വാസമാണ്. എൻ്റെ അനിയൻ കൊച്ചാണ് ഭയങ്കര ഭദ്രകാളി, വിഷ്ണുമായയുടെ ഭയങ്കര ഇതാ. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാത്തേക്ക്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഒരുപാട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്, അതുപോലെ തന്നെ ഇലത്താളം കലാകാരിയാണ്, ഡാൻസറാണ്. നമുക്ക് വെൽക്കം ചെയ്യാം ആവണി ബിജു. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ നല്ല അണിഞ്ഞൊരുങ്ങിയിട്ടാണ് എപ്പോഴും ഞാൻ കാണുന്നത്. ഇങ്ങനെ ഇഷ്ടമാണോ? എത്ര കാത് കുത്തിയിട്ടുണ്ട്? 5. നല്ല വേദനയല്ലേ? എങ്ങനെ സഹിക്കുന്ന വേദന? കുഴപ്പമില്ല, അങ്ങനെ വേദനയൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ഇഷ്ടത്തിനല്ല, അധികം എടുത്ത് പറ്റില്ലല്ലോ. നല്ല ചിരിയാണ്, നല്ല കണ്ണുകളാണ് കേട്ടാ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നല്ല കണ്ണാന്നൊക്കെ? ചിലര് പറഞ്ഞിട്ടുണ്ട്, ചിലര് കഥകളി വേഷം എങ്ങോട്ട് പോവാ അങ്ങനെയൊക്കെ ഇതില് സംസാരമൊക്കെ ഉണ്ട്. അത് നെഗറ്റീവ് ഒരുപാടുണ്ട്, അത് നമുക്ക് പിന്നെ ചർച്ച. ആദ്യം നമുക്ക് പോസിറ്റീവ് മാത്രം. എന്നാലും ഈ കണ്ണ് എഴുതുന്നതേ ഭയങ്കര രസമാണ്. ശരിക്കും ഏത് കാജളാ യൂസ് ചെയ്യുന്നത്? അയ്യോ, അല്ല, എന്താണ് അതിന്റെ ഒരു സീക്രട്ട്? അത് ഞാൻ ചെറുപ്പം മുതൽ തന്നെ കണ്ണിങ്ങനെ എഴുതി ശീലം ആയതാ. എന്റെ ഓർമ്മ വെച്ച മുതൽ ഞാൻ കണ്ണൊക്കെ എഴുതിയാണ് ഇങ്ങനെ ഒരുങ്ങി ഇതായിട്ട് എടുക്കുള്ളൂ. എപ്പോഴും ഒരുങ്ങി നടക്കാനാ ഇഷ്ടം. 2 മൂക്കുത്തി ആണേലും എല്ലാം കൊണ്ട് മൊത്തത്തിലൊരു രസമാണ്. അപ്പം ഈ എല്ലാരും വീട്ടില് എന്താ പറയാ, കുടുംബക്കാരൊക്കെ ഇങ്ങനെ തന്നെയാണോ അണിഞ്ഞൊരുങ്ങി? അങ്ങനെ അല്ലല്ല, പെട്ടുമല്ല. അമ്മ അങ്ങനെ ഒരുങ്ങി നടക്കൊന്നുമില്ല. അമ്മ അത്യാവശ്യം ഒരുങ്ങും, അങ്ങനെ ഒരുങ്ങൊന്നുമില്ല. പക്ഷെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഒരുങ്ങി നടക്കുന്നത് ഞാനാ. വീട്ടിലിരിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണോ? വീട്ടിൽ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരുങ്ങി നടക്കുള്ളൂ. അത് അമ്മയ്ക്ക് ഇഷ്ടം, മുത്തശ്ശിക്ക് ഇഷ്ടം. അങ്ങനെ കണ്ണൊന്നും എഴുതില്ലെങ്കിൽ, പൊട്ടൊന്നും കുത്തിയില്ലെങ്കിൽ എന്നാ പറ്റിയ പൊട്ടൊന്നും കുത്താതിരിക്കണത്, എന്താ കണ്ണ് എഴുതാതിരിക്കുന്നത് ചോദിക്കും. എന്നാലും ഞാൻ ചോദിച്ചതിന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കണ്ണെഴുതുന്ന വീഡിയോ ഒന്ന് ഇടാൻ പറ്റുമോ, പിരികഴണ വീഡിയോ ഒന്ന് ഇടാൻ പറ്റുമോ, കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അല്ല, നല്ല രസമായിട്ട് എഴുതാനും ഒരു കഴിവ് വേണേ, ഇങ്ങനെ കണ്ണെഴുതാനും പുരികം വരക്കാനും. കുറെ പേര് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കണ്ണെഴുതാനൊക്കെ. ഇതൊക്കെ എനിക്ക് എഴുതാൻ പറ്റാറില്ല, എങ്ങനെ എഴുതുന്ന ചിലർക്കൊക്കെ കണ്ണെഴുതും വരയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ പെട്ടെന്ന് പടരുമല്ലോ. അപ്പൊ എന്റെ അങ്ങനെ പടർത്തോണ്ട്
എങ്ങനെ എഴുതണം കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ കണ്ണെഴുതാത്തത്. എനിക്ക് അധികം എഴുതാൻ അറിയില്ല, അതുകൊണ്ടൊരു കുശുമ്പുണ്ടിട്ടാ. അല്ലേ അതെ, ഏതാ സാധാരണ ഐലൈനർ ആണോ യൂസ് സാധാരണ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ വെള്ളം പത്ത വാട്ടർ പ്രൂഫ് ആയിട്ട് ഐലൈനർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കടയിൽ നിന്ന് വാങ്ങുന്നത് തന്നെയാണ്, അല്ലാണ്ട് ഉണ്ടാക്കുന്ന കൺവെൻഷൻ അല്ല? കൺമഷി ഉപയോഗിക്കാറില്ല, അത് ഞാൻ ഇടയ്ക്ക് നിർത്തിയായിരുന്നു. ഇടയ്ക്ക് നിർത്തി പിന്നെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് കണ്ണ് ഭയങ്കര, കൺമഷി ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ചൊറിച്ചിലെനിക്ക്, സാധാ കൺമഷി ഉപയോഗിക്കുമ്പോൾ. അത് ഇന്ന കൺമഷി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ 2 ദിവസം ഉപയോഗിച്ച് പിന്നെ ചൊറിച്ചില്ല. പിന്നെ അങ്ങനെ അകത്തേക്ക് അങ്ങനെ കണ്ണെഴുതി ഒന്നും ഉപയോഗിക്കാറ്, പുറത്ത് മാത്രം എന്താ ഐലൈനർ വെച്ചോ സാധാ ഐലൈനർ മറ്റേ ഇത് ഉപയോഗിച്ച് എണ്ണ എഴുതും. എന്നാലും അധികം എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യണ്ട. വേറെ ഒന്നും സുന്ദരിയാണ് അതല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ വല്ല മറ്റേ കെമിക്കൽ ആണല്ലോ ഇപ്പൊ, അതുകൊണ്ട് കണ്ണിന്റെ അകത്തേക്ക് അധികം ആയാലേ എന്നും. ഇലത്താളം കലാകാരിയാണ്, ഡാൻസറാണ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആവണിയെ കുറിച്ചുള്ള കുറെ വിവരങ്ങൾ അറിയണം. എവിടെയാണ് വീട്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പറയാം. എൻ്റെ സ്വന്തം സ്ഥലം, എൻ്റെ അച്ഛൻ്റെ സ്ഥലം പുനലൂരാണ്, കൊല്ലം പുനലൂരാണ്. പക്ഷേ ഞാൻ ജനിച്ചതൊക്കെ എറണാകുളത്താണ്. എൻ്റെ സ്വന്തം എറണാകുളം കൂത്താട്ടുകുളത്താണ്. ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടിലെ ഞാനുണ്ട്, അനിയനുണ്ട്, മുത്തശ്ശിയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യുന്നേ? അമ്മ ബാങ്കിൽ സീപ്പറായിട്ട് വർക്ക് ചെയ്യണു. പിന്നെ മുത്തശ്ശി വീട്ടു ജോലിയും പിന്നെന്താ തൊഴിലുറപ്പ് അങ്ങനെയായിട്ട് ചെയ്യണു. മുത്തശ്ശിക്ക് എത്ര വയസ്സുണ്ട്? അമ്മയ്ക്ക് 65 ആയിട്ടുണ്ട്, 65 പേരുണ്ട്. പിന്നെ അച്ഛൻ ഇവിടെ ഇല്ല, ഹൈദരാബാദാണ്. അവിടെ പാറക്കല്ല് പൊട്ടിക്കുന്ന ഓപ്പറേറ്ററായിട്ട് വർക്കാണ് അവിടെ. അനിയൻ കലാകാരൻ തന്നെയല്ലേ? അനിയൻ കലാകാരൻ തന്നെയാണ്. ഇപ്പൊ ശബരിമലയില് അവിടെ അരവണ ഇതില് നിൽക്കുക. അരവണയില് കഥകളിയൊക്കെ അവനും ചെയ്യുന്നുണ്ട്. അവൻ കൊട്ടാൻ തന്നെയാണ് കൂടെ. അവനും കലയായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെല്ലാവർക്കും കലയാണ്, എല്ലാവർക്കും കലയായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് എല്ലാവരും. പാരമ്പര്യമായിട്ട് ചെണ്ട കൊട്ടുക, ഇലത്താളം വായിക്കാൻ അമ്മയും കൊട്ടുന്നതാണ്. ഞങ്ങള് നേരത്തെ 2012 തന്നെ ചെണ്ടമേളം പഠിച്ചിറങ്ങിയതാണ്, അമ്മ ഇറങ്ങിയതാണ്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ നിർത്തി. കുട്ടിക്കാലം തൊട്ട് അമ്മ ചെണ്ട കൊട്ടുന്ന കണ്ടു വളർന്നതായിരിക്കും അല്ലേ? അമ്മയുടെ കൂടെ തന്നെ ഇരുന്ന് പരിപാടിക്ക് പോയി, എല്ലാം കൊണ്ടും അമ്മയാണ് പഠിപ്പിച്ചത്, അമ്മയാണ് കൊട്ടാൻ ഇറക്കിയതൊക്കെ ചെയ്തത്. അമ്മയാണ് ഗുരു. ഗുരു അങ്ങനെയല്ല, നമുക്ക് ഗുരു വേറെ ഉണ്ടല്ലോ, പഠിപ്പിക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ. അമ്മയാണ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ വീട്ടിൽ എല്ലാവരും സപ്പോർട്ടാണ്, പരിപാടിക്കൊക്കെ ഇറക്കാനും കൊണ്ടുപോകാനൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പിന്നെ അമ്മ ഇടയ്ക്ക് നിർത്തി വെച്ചു. എന്ന് പറഞ്ഞാൽ ജോലി ബാങ്കിൽ സീപ്പറുടെ ജോലിയാണല്ലോ, അപ്പോൾ എപ്പോഴും ലീവ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്തായിരുന്നു ആ കൊട്ട് സമയം. അപ്പോൾ ക്ലാസ് പോക്ക് ഭയങ്കരമായിട്ട് മുടങ്ങിയോണ്ട് പിന്നെ അച്ഛൻ പറഞ്ഞ് നിർത്തിക്കോന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തി. പിന്നെ +2 കഴിഞ്ഞിട്ടാണ് എനിക്ക് കൊട്ടിലേക്ക് ഇറങ്ങിയതും ഡാൻസിലേക്കൊക്കെ ഇറങ്ങിയതും. അപ്പോൾ 8ാം ക്ലാസ് തൊട്ട് കൊട്ടാൻ പോവായിരുന്നോ? 8ാം ക്ലാസ് തൊട്ട് കൊട്ടാൻ പോവായിരുന്നു. പിന്നെ 6ാം ക്ലാസ് തൊട്ട് ഡാൻസ് പഠിച്ചു തുടങ്ങിയത്, അരങ്ങേറിയതും 6ാം ക്ലാസ് 7ാം ക്ലാസ് വെച്ച്. 8ാം ക്ലാസ് തൊട്ടപ്പോ ഇത് വെയിറ്റ് അല്ലേ ഇലത്താളം? എന്നാലും 8ാം ക്ലാസ്സിൽ എല്ലാവർക്കും ഭയങ്കര വേറെ എന്തിനോടെങ്കിലും ആയിരിക്കും ക്രേസ്. അപ്പൊ എന്താ 8ാം ക്ലാസ്സുകാരിയുടെ മനസ്സെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്റെ മേഡത്തിനേക്കാളും കൂടുതൽ ഡാൻസ് ആയിരുന്നു. ഡാൻസ് ആയിരുന്നാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. ഡാൻസ് കണ്ണൊക്കെ ആയതുകൊണ്ടേ ഡാൻസ് ആയിരുന്നു മെയിൻ ആയിട്ട്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ എന്താ സ്ത്രീകൾക്കായിട്ട് ഒരു ജൂതം ഉണ്ടല്ലോ പഞ്ചായത്തിൽ നിന്ന്, അങ്ങനെ കിട്ടിയതാ ഞങ്ങൾക്കിത്. അപ്പോൾ ഒരു ലോണും ഉണ്ട്. അങ്ങനെ എന്താ പിള്ളേർ സ്വയമായിട്ട് തൊഴിലാണല്ലോ, അങ്ങനെ ഞങ്ങൾ പഠിച്ചാണ്. കുറച്ച് പിള്ളേരുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, അമ്മയൊക്കെ ഉണ്ടായിരുന്നു, വേറെ കുറെ പേരുണ്ടായിരുന്നു. അന്നേരം ചെറിയതല്ലേ? ഇപ്പോഴും ചെറുത് തന്നെ കേട്ടോ. അല്ല ഇപ്പോഴും 21 വയസ്സേ ഉള്ളൂ കേട്ടാ. ഇപ്പോഴും ചെറുത് തന്നെയാ. എന്റെ അരങ്ങേറ്റ ഡ്രസ്സ് ഇപ്പോഴും ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും അത് കൃത്യം പാകാൻ എനിക്ക്. ആണോ? അമ്മ ഒരു മാറ്റവും ഇല്ല. അന്നേരം ഇങ്ങനെ എത്ര വലിയ ആൾക്കാരുടെ കൂടെ ഇങ്ങനെ കൊട്ടാൻ പോയി, അല്ല ഇലത്താളം വായിക്കാൻ? നമ്മുടെ കൂട്ടാൾക്കാർ തന്നെയാണല്ലോ, അത് കൊടുത്തില്ല. അപ്പൊ വലിപ്പ ചെറുപ്പൊന്നുമില്ല, വലുതാണ് ചെറുതാണെന്നൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് കൈയൊന്ന് കാണിച്ചേ. അപ്പൊ അതുകൊണ്ടാണ് കയ്യിലെ തഴമ്പ് നോക്കിയേ. 8ാം ക്ലാസ് തൊട്ട് അന്നേരം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് സ്ഥിരമായിട്ട് ഇപ്പൊ മേളത്തിൽ നിൽക്കുക. സ്വന്തം ടീമാണ് ജ്വാലകലാസം എന്ന ടീമിന്റെ പേര്. സ്വന്തം ടീമാണ്. അപ്പൊ അതിലേക്ക് ഇപ്പൊ സ്ഥിരം നിൽക്കുന്നതുകൊണ്ട് എന്താ 20 മിനിറ്റും താളം കയ്യിലുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എങ്ങനെ പിടിക്കുമ്പോൾ എങ്ങനെ ഇവിടെ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ നമ്മളിങ്ങനെ ഇവിടെ താളം ഉണ്ട്, ഒരു താളം ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ വരികയാണ്, ഇവിടെ വന്ന് ഇവിടെയൊക്കെ ഉണ്ട്, ഇടയ്ക്കൊക്കെ ഉണ്ട്. അപ്പൊ അത് ഇനി ജീവിതകാലം മുഴുവൻ ഈ തഴമ്പുണ്ടാവും? ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്ന അല്ല, നമ്മൾ എന്നും കൊട്ടുമ്പോ ഇത് പൊട്ടു പറഞ്ഞേക്കാം. തഴമ്പ് വലുതായിട്ട് പൊട്ടൂന്ന് കേട്ടിട്ടുണ്ട്. ഇതൊരു സംഭവിച്ചില്ല, എനിക്ക് പേടിയാവും. അല്ല തഴമ്പ്, അപ്പൊ ഇത് നമ്മൾ ഈ ഗ്ലൗസ് അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെ പറ്റില്ലല്ലോ, അപ്പൊ അത് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അന്നേരം നമുക്ക് ബലം അതിലേക്ക് വരും. കാരണം എന്ത് സാധനം ഇട്ടാലും താളത്തിന് ബലം ഉണ്ടല്ലോ, ആ ബലത്തിൽ നമുക്ക് എന്തായാലും ഇതിലേക്ക് അടിച്ച് ഇത് കയറും ചെയ്യും.
അല്ല, അധ്വാനിക്കുന്ന ഒരു ഇതാണ് അത്, അധ്വാനത്തിന്റെ ഒരു പ്രതീകാണ് ആ തഴമ്പ്. ആ എല്ലാരും പറഞ്ഞു കേൾക്കാം. വേറെ നമ്മുടെ കൂട്ടത്തിൽ ആർക്കും ഇല്ല. അതെ. പിന്നെ എല്ലാരും വീഡിയോസ് ഇടുവാണെങ്കിൽ തന്നെ ഇതെന്ത്, കാരണം ആർക്കും ഇങ്ങനെ തഴമ്പ് തന്നെയില്ല. പിന്നെ സാധാരണ പറഞ്ഞാൽ എവിടെയും ചുമ്മാ കൊട്ടുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ അടിച്ചു കൊട്ടുമ്പോഴത്തേക്ക് പെണ്ണ് അതാ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും തഴമ്പ് വന്നിട്ടില്ലെങ്കിലേ അതിശയുള്ളൂ. കാരണം അത്രയും എനർജിയാണ്. ഇത്രയും എനർജി എവിടുന്നാ വരുന്നേ? നേരത്തെ ഉണ്ട്. അല്ല, എന്നാലും ഒരു എനർജി വരാൻ അത് ഭയങ്കര എന്താ വേണ്ടേ, നമുക്ക് തോന്നൂല. മേളത്തിനൊരു ഇതെല്ലാവർക്കും അറിയില്ല. മേളം കേൾക്കുമ്പോ നമുക്കായാലും ചെണ്ട കൊട്ടുമ്പോ നമുക്കൊരു വൈബ്രേഷൻ വരും. പിന്നെ നമ്മുടെ ടീമും കൂടെ ആകുമ്പോ എങ്ങനെയെങ്കിലും ടീം എന്താ ഇതാവണം നോക്കും. നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ കുറെ പിള്ളേരുണ്ട് കേട്ടോ. നമ്മളെപ്പോലെ തന്നെ നല്ല പവർ എടുത്ത് കളിക്കുന്ന കുറെ പേരുണ്ട് നമ്മളെപ്പോലെ തന്നെ. അതിനകത്ത് പ്രായമുള്ളവരുണ്ട്. എന്നെ സത്യം പറഞ്ഞാല് ആ കൂട്ടത്തിൽ ചെറുത് ഞാനാ. ഏറ്റവും ചെറുന്ന പൊക്കം കൊണ്ട് ചെറുതും ആളും കൊണ്ട് മൂത്തത് ഞാനാ. കാരണം പിള്ളേരാണ് കുറച്ചൊക്കെ. അവര് സൈസ് നോക്കുമ്പോൾ എന്നെക്കാളും വലുതാണ്, പക്ഷെ പിള്ളേരാണ്. പിന്നെ കുറച്ചൊരു അമ്മച്ചിമാരുണ്ട്, അത്യാവശ്യം പ്രായമുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ കൊട്ട ചെറുക്കന്മാരൊക്കെ ഉണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും ടീമാ. അപ്പൊ എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും ചേരുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് പവർ തോന്നും. കാരണം ഒരാളെ വാശി വിടുമ്പോ നമ്മൾ വാശി കളിക്കുന്നു. അപ്പൊ ഓപ്പോസിറ്റ് ആള് വാശി കളിക്കുമ്പോ നമുക്കായിട്ടും അവരെക്കാളും കൂടുതൽ നമുക്ക് തോന്നൂല. ചേച്ചിനേക്കാളും കൂടുതൽ എനിക്ക് എന്താ ആ വാശി കളിക്കുന്നത്. നമ്മള് പവർ എടുത്ത് കളിക്കൂല്ലോ. അതെനിക്ക് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട്. ഞാൻ എല്ലാ റീലും നോക്കിയപ്പോഴേ എല്ലാത്തിലും ആ താളം പിടിക്കും. അവിടെ നമ്മൾ നേരിട്ട് അവിടെ ഉണ്ടായിരുന്നെങ്കിലേ നമ്മളും അതുപോലെ തുള്ളിപ്പോവും. പിന്നെ നമ്മളെ കൂടെ തുള്ളാൻ ആൾക്കാരുണ്ട്. നമുക്ക് ഭയങ്കര പവറാണെന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വല്ലാത്ത എന്താണ് അതിലേക്ക് നമ്മള് ഇതായി പോവാ. അതെ. ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ട് തുടങ്ങിയപ്പോഴാണോ ജ്വാല കലാസമിതി ഒരുപാട് പേര് വിളിക്കാൻ തുടങ്ങിയത്? അല്ല അതിന് മുമ്പ് ഒരുപാട് വിളിക്കാറുണ്ടായിരുന്നു? നമുക്കൊരു കാരണമാണ്. നമ്മുടെ ടീം അത്യാവശ്യം ഫേമസ് ആയത് ഇൻസ്റ്റ വഴിയൊക്കെയാണ്. അങ്ങനെയാണോ അപ്പോ ഓരോ സ്ഥലങ്ങളിലും വിളിക്കുന്നത്? അല്ലാതെ നമുക്ക് പ്രോഗ്രാം ചെല്ലുമ്പോൾ കാർഡുണ്ടല്ലോ, പ്രോഗ്രാം കണ്ട് ഇഷ്ടപ്പെടുന്ന വിളിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ അന്നേരം ആദ്യം ഇല്ലായിരുന്നു നമുക്ക്. നമ്മൾ പ്രോഗ്രാം കണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ്, വീഡിയോ അല്ല നേരിട്ട് കണ്ട് കാർഡൊക്കെ മേടിച്ചാൽ വിളിക്കുക, അങ്ങനെ വിളിച്ചിരുന്നത്. പിന്നെ നമ്മള് ഇൻസ്റ്റ വീഡിയോ ഇട്ടപ്പോ പിന്നെ എല്ലാരും അല്ലാതെ വിളിക്കുന്നുണ്ട്. ആവണിയാണ് ശരിക്കും പറഞ്ഞ ആ ഒരു സമിതിയെ ഇത്രയും ഒരു ഫേമസ് ആക്കിയത്. അങ്ങനെയൊന്നും ഇല്ല, എല്ലാരും ഉണ്ടാവും. എല്ലാരും ഉണ്ട് ടീമില്. നമ്മൾ മാത്രമല്ല, പെൺപിള്ളേരായാലും ആൺപിള്ളേരും എല്ലാം അവർ കളിക്കുന്നതുകൊണ്ടാണ് ടീം ഇത്രയും വലുതായിട്ട് വരുന്നത്. അവണി ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. കാരണം എന്താ, ഒരുപാട് പേർക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവും ശരിക്കും ഇങ്ങനെയൊക്കെ കലാകാരി ആവണമെന്നൊക്കെ. പക്ഷെ സാഹചര്യം ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? നമ്മൾക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നു. നമ്മള് പരിപാടിക്ക് ആൾക്കാർ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ ഇടും. അപ്പൊ കുറെ പേർക്ക് മെസ്സേജ് അയക്കും, ആ ചേച്ചി ദൂരം കൂടുതലാണ്, എന്തേ ഇപ്പൊ ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ വരാനുള്ള മനസ്സ് മതി, വേറെ ഒന്നും വേണ്ട. നമുക്ക് പൈസക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ പറയുക, നമുക്കൊരു എമൗണ്ട് ഇത്ര രൂപയുള്ളൂ ഉണ്ടല്ലോ. ഇത് ദൂരത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യം ഒരു പൈസ പറയും. ആ പൈസക്ക് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും പറയും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാ, ഇങ്ങനെയെങ്കിലും നമ്മൾ ബാക്കിയാണ് നോക്കിക്കോളാം എന്ന് പറയും. ചിലവരൊക്കെ നമ്മുടെ അടുത്ത് കൊല്ലത്തുനിന്നുണ്ട്, തൃശ്ശൂരിൽ നിന്നുണ്ട്, പിന്നെ കോട്ടയത്ത് നിന്നൊക്കെ ആൾക്കാർ പരിപാടിക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ കൂടെ പെൺപിള്ളേര് വരുന്നുണ്ട്. അവരിങ്ങനെ മെസ്സേജ് ഇട്ട് പരിപാടിക്ക് വന്നോട്ടെ, എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഒരു ചേച്ചി കൊല്ലത്തുള്ള 31 വയസ്സുണ്ട് ചേച്ചിക്ക്. ചേച്ചി ആഗ്രഹം കൊണ്ട് ഇപ്പോഴും വരുന്നുണ്ട്. അതിന് ജോലി നോക്കുന്നുണ്ട്. അതുപോലെ എത്ര വയസ്സുണ്ട്? 31 വയസ്സുണ്ട് ചേച്ചിക്ക്. അത് ചേച്ചി എന്നിട്ട് ഇപ്പോഴും ആഗ്രഹം കൊണ്ട് വന്നാ. കൊല്ലത്ത് അത്ര വണ്ടി യാത്ര ചെയ്ത്, പിന്നെ അവിടെ നിന്ന് ഇപ്പൊ തമിഴ്നാട് പോകണമായിരിക്കും. പക്ഷെ അത്ര ദൂരം വണ്ടി യാത്ര ചെയ്തിട്ട് അതിന്റെ ഒരു പാഷനാണ് എല്ലാം. ആവണിക്കായാലും അതൊരു ഇലത്താളം എന്ന് പറയുന്ന ഒരു പാഷനാണ്. പിന്നെ ഡാൻസ് ഭയങ്കര താല്പര്യമാണ്. എന്തായാലും ഞാൻ ഡാൻസ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. ഡാൻസ് ഉണ്ട്, ഡാൻസിലേക്കാണ് മേളം കയറി വന്നുകൊണ്ട് ഇപ്പൊ മേളത്തിലേക്ക് ഇറങ്ങുവാണ്. ഒരു വാദ്യോപകരണമാണ് ഇലത്താളം. അതെങ്ങനെയാണ് വായിക്കുമ്പോ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? നമ്മള് സ്റ്റെപ്പാണ് ഏറ്റവും നോക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്റ്റെപ്പ് ഇട്ട് എല്ലാവരും ചെണ്ട കൊട്ടുമ്പോ അതിനനുസരിച്ചിട്ടാണോ വായിക്കുന്നത്? ചെണ്ടയ്ക്ക് പല ടൂണുണ്ട്. നമ്മളല്ല കൊട്ടാൻ, ഏറ്റവും ചെറുക്കന്മാരെ കൊട്ടാനുള്ളത്. കൊട്ടാൻ വേറെ ആൾക്കാരുണ്ട്. നമ്മൾ കൊട്ടാൻ നോക്കാറുണ്ട്. അത് നമുക്ക് സമയം കിട്ടാറില്ല. കാരണം നമുക്ക് ചെണ്ടയ്ക്ക് നല്ല ഭാര. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോളൊക്കെ നമുക്ക് വേദനിക്കും. എനിക്ക് ഒട്ടും പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ ചെണ്ടയുടെ വെയിറ്റ് കാരണം ഞാൻ നിലത്ത് വെക്കും. അതുകൊണ്ട് അധികം ചെണ്ട എടുക്കാറില്ല, താളത്തിൽ തന്നെ പിടിച്ചു വെക്കും. ഈ ചെണ്ടക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണോ ശരിക്കും? നല്ല വെയിറ്റ് ഇട്ട് അവർ ഒരു മണിക്കൂറുകളോളം ചെയ്യുമ്പോ എല്ലാം നമ്മളാണെന്നല്ല, എല്ലാ മേളക്കാർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ആ സാധനം ഇട്ട് ചുവന്ന് കൊട്ടണം എന്നൊരു ഓർത്ത് നോക്കിയേ. ചേച്ചി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ചേച്ചി അവിടെ വെച്ചു. അപ്പൊ കുറെ പേരിങ്ങനെ അത് വെള്ളം കിട്ടാതെ, എനിക്ക് കുറെ അനുഭവങ്ങളും ഉണ്ട്. വെള്ളവും കിട്ടില്ല, എന്താ പെൺപിള്ളേരാകുമ്പോൾ പല അവസ്ഥകളും ഉണ്ടാവുമല്ലോ. ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല, അങ്ങനെ കുറെ അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ. ചില സമയത്തൊക്കെ ഒന്നും പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വെയിറ്റ്, ഫുഡ് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് പരിപാടിക്ക് പോയപ്പോ.
അത് പരിപാടിക്ക് നമ്മൾ വന്നാലും പരിപാടി എങ്ങനെ ഇതാക്കണല്ലോ. ഇതിന് വെയിറ്റും താങ്ങി നമുക്കൊരു 5 മിനിറ്റ് ചെണ്ട മാറാനോ ഒന്നും വെക്കാൻ പറ്റില്ല. ചെണ്ട വെക്കുമ്പോഴേക്കും എനിക്ക് രൂപ കൊട്ടാന്ന് പറഞ്ഞു പോണത്. അത് എല്ലാവർക്കും ഉള്ള അവസ്ഥയാണ്. അതെ. ഈ വെയിലത്ത് നിന്ന് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ അമ്പലങ്ങളിലായാലും ഇങ്ങനെ ഉത്സവങ്ങളിലായാലും മണിക്കൂറുകളോളമാണ് അവര് ഒരു പൈസ വാങ്ങിച്ചിട്ടാണല്ലോ ഒരു സമിതിയെ വിളിക്കുന്നത്. അപ്പൊ മണിക്കൂറുകളോളമാണ് ഇങ്ങനെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കൊട്ടുവോ? അയ്യോ അത് വെയിലുണ്ട്. അരമണിക്കൂറോളം എന്ന് വിചാരിക്കും. നമ്മളിങ്ങനെ അരമണിക്കൂറോളം ഇങ്ങനെ കൊട്ടുന്ന പറയുമ്പോൾ ഈ വെയിറ്റ് ഉള്ള സാധനം ഇങ്ങനെ തോളിലിട്ടിട്ടാണ് ചെയ്യുന്നത്. തൊലിയൊക്കെ പോകും. പിള്ളേരൊക്കെ വരുവാണെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ തൊലിയൊക്കെ വേദന കാരണം ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പൊ അങ്ങനെ ഇവിടെ ഷോൾഡർ പെയിൻ ഒക്കെ വരുമോ കുറച്ചു കാലം കഴിയുമ്പോൾ? എങ്ങനെയാണത്? അത്യാവശ്യമൊക്കെ എല്ലാവർക്കും വേദന ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ട്. മെയിൽ വേദന അടുപ്പിച്ച് പോരാൻ വരുമ്പോൾ നമ്മൾ ഇത് ഇട്ടുകൊണ്ടേ ഇരിക്കുകയല്ലേ. അതെ. അപ്പോൾ ചിലർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പെണ്ണുങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഞങ്ങൾ അറിയുന്നില്ല. കാരണം ചെണ്ട എടുക്കുന്നില്ല. പക്ഷെ താളത്തിലുണ്ട് ഞങ്ങൾക്ക് ചെണ്ട എടുക്കാത്തതുകൊണ്ട് ആദ്യം വെയിറ്റ് ഞങ്ങൾക്ക് അധികം അറിയില്ല. കുറച്ച് വെയിറ്റ് അറിയുള്ളൂ. പക്ഷേ എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റുള്ള സാധനം തന്നെയാണ്. എന്താ 10 കിലോ എത്രത്തോളം ഉണ്ട് ചെണ്ടയ്ക്ക്? 10 കിലോ ഉണ്ട് ചെണ്ടയ്ക്ക് വെയിറ്റ്. ഇല്ലേ? ചെണ്ടയ്ക്ക് എത്ര അത് ഇട്ടിട്ടാണ്, അത് വെറുതെ കൊട്ടലല്ല, താളം പിടിച്ച് അവരിങ്ങനെ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടാ കൊട്ടുന്നത്. അതോ മേളക്കാർക്ക് സത്യം അതും വലുതാ. ഈ ആട്ടം എന്നാ വലിയ ടീം വേണമല്ലോ. അവരെന്ത് കഷ്ടപ്പെട്ട് കൊട്ടണത് അതുപോലെ തന്നെയാ. അത് അവിടെ അതുപോലെ കഷ്ടപ്പാടുണ്ട്. അവിടെ അവർ സ്റ്റെപ്പ് പഠിക്കണം, അതുപോലെ തന്നെ കൊട്ടണം, അതുപോലെ നമ്മളെ ആൾക്കാരെ കൈ എടുക്കണം. അതൊക്കെ ഇതാ. അത് ചെണ്ട പിടിച്ച് അത് വെച്ച് ചെയ്യണം. ആൾക്കാർ അതിൽ ഇൻക്ലൂഡ് ആണ്. ആൾക്കാർ അതിലേക്ക് വരണം അല്ലേ? ലയിച്ച് ചേർന്ന് ഇങ്ങനെ കൊട്ടുമ്പോ അവരും കൂടി. അതാണ് പ്രത്യേകത. നമ്മൾ ആൾക്കാരെടുത്ത് കയ്യിലെടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഒരു കൊട്ട് അല്ലെങ്കിൽ കുറച്ച് നിന്ന് പോയാലോ കൊട്ട് മാറിപ്പോയാലോ അപ്പം ചീത്തയുണ്ടാവും. നമുക്ക് പുറമേ നോക്കുന്നവർക്ക് ഒന്നും തോന്നില്ല. എന്താ പറയണ്ടേ, അവർക്ക് പൈസ ഇതുപോലെ കിട്ടുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും തോന്നും. പക്ഷെ ടീമിനുള്ളിൽ കയറിയ ടീമിന്റെ അതാ അതിലുള്ളവർക്ക് അറിയുള്ളൂ അത് ബുദ്ധിമുട്ട് എന്താന്ന്. സത്യമായിട്ടും ഇപ്പൊ അനുഭവിക്കുന്നുണ്ടോ ഞാൻ ഇപ്പൊ ടീം എങ്ങനെയാ കൊണ്ടെടുക്കണം എന്നൊക്കെ. അപ്പൊ എന്തൊക്കെയാ അപ്പൊ അങ്ങനെ വലിയ ടീം ഉണ്ടല്ലോ പറഞ്ഞ ആട്ടം എന്നൊക്കെ. അപ്പൊ അവരെന്തോരം പ്രശ്നങ്ങളുണ്ടാ അനുഭവിക്കുന്നുണ്ട്. 23 വയസ്സേ ഉള്ളൂ. എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? ആരാണ് സപ്പോർട്ടിന് കൂടെ? നമ്മുടെ ടീമിൽ ഏട്ടനുണ്ട്, വൈശ എന്ന പേര്. പുള്ളിയും കൂടെയാണ് സപ്പോർട്ട് ചെയ്യാൻ. രണ്ടുപേരും ഒരുമിച്ചാണ് ടീം കൊണ്ടെടുക്കുന്നത്. ഏതായാലും എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ +2 വരെ പഠിച്ചിട്ടുണ്ട്. ഒരു +2 വരെ പഠിച്ചിട്ടാണ് ഇന്നൊരു സമിതിയുടെ ഒരു ഓണറായത്. പഠിക്കാൻ എങ്ങനെയായിരുന്നു? പഠിക്കാൻ അത്യാവശ്യം പുറകോട്ട് തന്നെയായിരുന്നു. പഠനം അല്ലായിരുന്നു, കല തന്നെയായിരുന്നു ഇഷ്ടം? എനിക്ക് അത്യാവശ്യം അറിവി കുറച്ച് ഇംഗ്ലീഷ് അധികം ഒന്നും അറിയില്ല എനിക്ക്. കുറെ നല്ല ബുദ്ധിമുട്ട് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാലും ടീച്ചർമാർ സപ്പോർട്ട്, ടീച്ചർമാർക്ക് തന്നെ അറിയാം എനിക്ക് എന്താ ഡാൻസ് ഇതൊക്കെയാണ് താല്പര്യം. അപ്പോൾ ഒന്നും ഇങ്ങനെ തന്നെ ഒരുങ്ങി എടുക്കുകയുള്ളൂ. എന്താ ഇതൊക്കെ ചെയ്ത്. അപ്പോൾ ടീച്ചർമാർക്ക് ഭയങ്കര താല്പര്യമാണ് എന്നോട്. അപ്പോൾ ടീച്ചർമാർ സപ്പോർട്ട് ചെയ്യും. നീ എന്താ പഠിച്ചില്ലെങ്കിൽ നിനക്ക് ഉള്ളൊരു കഴിവുണ്ട്, അത് വെച്ച് മുന്നേറുക. +2 വരെ ടീച്ചർമാർ സപ്പോർട്ടായിരുന്നു. ഞാൻ പഠിച്ചത് GSS ആത്താനിക്കൽ മണ്ണാത്തൂർ സ്കൂളിലാണ്, ആത്താനിക്കൽ സ്കൂളിലാണ്. അപ്പോൾ അവിടുത്തെ ടീച്ചർമാർ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ +2 വരെ പഠിച്ചു. ഈ പഠിക്കൽ നമ്മൾ പുറകോട്ടാകുമ്പോൾ ഈ പുറകു ബെഞ്ചിൽ ഇരുത്തുമല്ലോ, അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. അങ്ങനെയല്ല, പിന്നെ ഡിവിഷൻ തിരിച്ചിട്ട് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ഗവൺമെന്റ് സ്കൂളല്ലേ, അധികം ആൾക്കാരില്ലായിരുന്നു. അല്ല, ഇങ്ങനെ പഠിക്കാതിരിക്കുന്ന സമയത്ത് മറ്റു കുട്ടികളിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും കുത്തുവാക്ക് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? പിന്നെ 6ാം ക്ലാസ് വരെ കൂട്ടുകാരി പോലും ഉണ്ടായിട്ടില്ല. 6ാം ക്ലാസ് ഒരു കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ അവിടെ പെമ്പിലുണ്ടായിരുന്നു ഒരു അകൽച്ച ഉണ്ടായിരുന്നു. എന്താ കാരണം എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും കറുപ്പും കൊണ്ടാണോ അല്ല വേറെ എന്തെങ്കിലും കാരണമാണോ അറിയില്ല. പിന്നെ കുറച്ച് കൂട്ടുകാരി പോലും ഇണ്ടാത്തൊരവസ്ഥയിലൊക്കെ 6ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. ഒറ്റപ്പെട്ട കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ഒഴിവാക്കണു. എന്താ പറയണ്ടേ, കളിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കണു, അവരൊരു കൂട്ടത്തോടെ ഒരുമിച്ച് കളിക്കണു. അന്നേരം എൻ്റെ അമ്മ അന്നേരം ബാങ്കിൽ പോകാൻ ഇതുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, ബാങ്കിൽ പോണ സമയത്ത് സ്കൂള് ഗ്രൗണ്ട് റോഡ് സൈഡാണ്. അപ്പോൾ ബാങ്കിൽ പോണ സമയത്ത് അമ്മ കാണുമ്പോൾ അമ്മ 10 രൂപ മിഠായി മേടിച്ചോന്ന് പറയും. ആ 10 മിഠായി മേടിച്ച് ഒറ്റയ്ക്കിരുന്ന് കഴിക്കണു. അപ്പൊ അവര് നമ്മള് കുഞ്ഞു മനസ്സിൽ നമുക്ക് അങ്ങനെയൊക്കെ നമ്മൾ മാറ്റുന്നത് ഭയങ്കര വിഷമോ ഇതൊക്കെ കരഞ്ഞ് വീട്ടിലൊക്കെ പോയി പറയായിരുന്നു. അത് ഇടയ്ക്ക് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ പറയും, നീ ഒന്ന് ഓർക്കണം, നീ ഇതുപോലെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇതുപോലെ അവസ്ഥ വന്നിട്ട് അപ്പൊ ഞാൻ ഉണ്ടാവാറുള്ളൂ എന്നൊക്കെ അമ്മ ഇടയ്ക്ക് പറയും. അപ്പൊ ഓർക്കാൻ സത്യം 6ാം ക്ലാസ് ഒരു കൂട്ടുകാരി പോലെ എനിക്ക് ഉണ്ടായില്ല. 6ാം ക്ലാസ്സിലെ കൂട്ടുകാരിയോ വേണ്ടി പറയാൻ ആരും ഉണ്ടായിട്ടില്ല. അപ്പൊ അന്നേരം ആരോ ഒരു കൂട്ടിന് അമ്മയൊക്കെ ആയിരുന്നു വർത്താനം പറയാൻ? വീട്ടുകാർ തന്നെ ആയിരുന്നു. പറഞ്ഞു വീട്ടുകാരൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു. കളിക്കാൻ വേണ്ടി ഒറ്റയ്ക്കിരുന്ന് കളിക്കുള്ളൂ. സ്കൂളിൽ പോവാണെങ്കിൽ തന്നെ ആരും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് നല്ല കാര്യത്തിൽ എന്താ ഇങ്ങനെ എനിക്കെന്താ. പിന്നെ 6ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ കൂട്ടുകാരുണ്ട് കേട്ടോ. 6ാം ക്ലാസ് കഴിഞ്ഞപ്പോ നല്ല സൗഹൃദ ഈശ്വരൻ തന്നു ഇല്ല, നല്ല ആ ഒരു മനസ്സിനിണങ്ങിയ സൗഹൃദങ്ങൾ തന്നു. കുറെ തന്നെന്നും പറയും. പക്ഷെ എന്നാലും ഗ്യാപ്പ് വന്നു എവിടെയെങ്കിലും എടുത്തു കുറച്ചൊക്കെ ആയിട്ട്.
ചിലർക്ക് അങ്ങനെയുണ്ട്, നമ്മൾ ആഗ്രഹിക്കുമായിരിക്കും ഒരു നല്ലൊരു പെൺ സുഹൃത്തിനെയോ അല്ല ഒരു ആൺ സുഹൃത്തിനെയോ ആഗ്രഹം ആഗ്രഹിക്കും. മാത്രം ഉണ്ടായാൽ മതി. പക്ഷെ എല്ലാവർക്കും ഏറ്റവും നല്ലത്. അതെ. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവര് എന്താ പറയണ്ടേ, കുറച്ച് അനുഭവം ഇപ്പൊ തന്നെ ഉണ്ട് എനിക്ക്. അല്ല, നമ്മൾ നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമ്മളെ ഒറ്റക്കാക്കിയിട്ട് പോകുന്ന സൗഹൃദങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. നമ്മൾ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച കുറേ പേര് ഉണ്ട്. പക്ഷെ ഒരു കാരണം ഉണ്ടാവും, എന്താ പറയണ്ട, പറയാൻ പറ്റിയ കാരണം ഉണ്ടാവും. പക്ഷെ എന്ന് കരുതി ഒരു സുഹൃത്ത് ബന്ധം വെച്ച് പോവില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുമല്ലോ. പക്ഷെ അത് ഒറ്റപ്പെടുത്തിയിട്ട് നമ്മുടെ എന്താ പറയണ്ടേ, ആൾക്കാർക്ക് വരെ ഉണ്ട്. ഏറ്റവും നല്ലത് ആളില്ലാതിരിക്കുന്നത്. നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് എന്താ പറയണ്ടേ, ഒന്ന് ഈശ്വരനെ വിളിച്ച് കരയാ, അല്ലെ സത്യക്ക് ഇരുന്ന് കരയാ, അതാ ഏറ്റവും നല്ലത്. നല്ല ഈശ്വര വിശ്വാസം ഉണ്ടോ? പിന്നെ വിശ്വാസം ഉണ്ട്. ആരും ഏറ്റവും വിശ്വാസം? ഭദ്രകാളി. ഭദ്രകാളിയാണ് ഏറ്റവും ഇഷ്ടം. എന്നെ ശിവനും പാർവതി നാഗം. ആ നാഗത്തിന്റെ മോതിരം ഉണ്ടല്ലേ കയ്യില്. അത് കൊറേ കാലമായോ അത്? അങ്ങനെയൊന്നുമില്ല, പോകുമ്പോ അങ്ങനെ. അല്ല, എവിടുന്ന് വാങ്ങിച്ചത്? നല്ല രസമുണ്ടാവും മോതിരം. ഇത് ഇത് പരിപാടിക്ക് പോയപ്പോ എന്താ മേടിച്ച. പണ്ട് ഇതിന്റെ ചെറിയൊരു മോതിരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഒരു സിൽവർ കളറില, നല്ല. ഇത് ഇവിടെ എന്തോ പരിപാടിക്ക് പോയപ്പോ കഴിഞ്ഞ ദിവസം മേടിച്ചത്. അപ്പം ഏറ്റവും വിളിച്ചാ വിളിപ്പുറത്തുനിന്ന് തോന്നിയ ഒരു സന്ദർഭമോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു ഈശ്വരനെ ആര് ഏറ്റവും എന്തെങ്കിലും സങ്കടം വരും വിളിക്കുന്ന ഭദ്രകാളി തന്നെയാണ്. അമ്മയാണ് ഇഷ്ടം. ഞാൻ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ വേഷം അമ്മയുടെ തന്നെയാണ്. കാളി വേഷമാണ് ചെയ്യുന്നത്. കാളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ പറയണ്ടേ, ഇടയ്ക്ക് എന്താ പറയണ്ട, ഒരു ദേവിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ദേവിയുടെ അനുഗ്രഹം കിട്ടിയ ഒരാളാണ് എന്ന് പറഞ്ഞു. ചോറ്റാനിക്കരയിലൊക്കെ പോയിട്ടുണ്ടല്ലേ? ചോറ്റാനിക്കര പോയിട്ട് അവിടുത്തെ വലിയ ഗുരു ഇരുന്നിട്ടൊക്കെ ഉണ്ട്, ഗുരുതിയിലൊക്കെ ഇരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വിശ്വാസം എനിക്കുണ്ട്. ചിലർക്ക് വിശ്വാസം ഇല്ലാത്തവരുണ്ട്, എന്നാലും നമുക്ക് അനുഭവം കൂടെ കേട്ടിട്ടുണ്ട്. അത് ഗോഷ്ഠിയാണ്, വേറെ എന്തൊക്കെ കാരണമാണ് എന്ന് കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ട്, ദൈവത്തിനോട് വിശ്വാസം ഉണ്ട്. അപ്പം അത് ചെറുപ്പത്തിലായിരുന്നു. അപ്പൊ നമുക്കത് ഫീൽ ചെയ്യോ, നമ്മളെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ശക്തി കയറിയതുപോലെ? നമുക്കിപ്പോ പ്രേതം കൂടാന്നൊക്കെ ആൾക്കാർ പറയില്ല, അതുപോലെ ദേവിയുടെ ഒരു സാന്നിധ്യം നമ്മുടെ എന്തോ ഒരിത് എന്താ ഇപ്പത്തെ പറയുകയാണെങ്കിൽ ഒരു എഫക്റ്റ്, എന്തോ സാധനം കയറുന്ന പോലെ തോന്നുന്നില്ല. നമുക്ക് നല്ല ശക്തി ഉണ്ടാവും. ഓർമ്മയുണ്ടോ? നമുക്ക് ഓർമ്മയില്ല. നമുക്ക് എന്താ മൈൻഡ് മൊത്തം അതായി പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്ത് കൂട്ടും നമുക്ക് തന്നെ അറിയില്ല എന്താന്ന്. അങ്ങനെ വെളിച്ചപ്പാടിന്റെ ദേഹത്ത് ദേവി കയറുമല്ലോ, അമ്പലങ്ങളിൽ വെളിച്ചപ്പാടിന്റെ ദേഹത്ത്. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ദേവി ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പൊ അതുപോലെയാണോ ഫീൽ ചെയ്തിട്ടുള്ളത്? പക്ഷെ അവിടുത്തെ അമ്പലത്തിൽ വെളിച്ചപ്പാട് ഇല്ലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇതായിട്ടാണ് വന്നേന്നൊക്കെയാണ് കേട്ടത്. പക്ഷെ ഇപ്പൊ ഇല്ല. 8 വർഷത്തോളം അത് ഉണ്ടായിരുന്നു. 8ാം ക്ലാസ് പഠിച്ചപ്പോഴാണ് സാധനം ഉണ്ടായത് എനിക്ക്. പിന്നെ അത് ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞു. ഇപ്പൊ ഇല്ല. ഇപ്പൊ എന്താ മാറിയെന്നും പറയാൻ തോന്നുന്നു. എന്നാലും എല്ലാവരും പറയും മാറൂല്ലെന്ന് ചില പറഞ്ഞേക്കാം. അങ്ങനെ പോകുന്ന സാധനമൊന്നും അല്ല. അവസാനം കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇടയ്ക്കും പിറയ്ക്കൊക്കെ കയറും. അത് കല്യാണം കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞില്ലെങ്കിലും കയറും എന്ന് പറഞ്ഞേക്കാം. അപ്പൊ നമുക്കറിയാം. ഇപ്പൊ പോയപ്പോ അധികം പണ്ടത്തെ പോലെ പ്രശ്നമൊന്നുമില്ല. പണ്ട് എന്താ പറയണ്ടേ, നല്ല രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഒരു പാട്ട് കേൾക്കണോ, അല്ലെങ്കിൽ ശിവന്റെ അമ്പലത്തിൽ പോകുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. കുറവുണ്ട്. സ്വയം നിയന്ത്രണം വിടുന്ന ഒരു അവസ്ഥ വരെ തോന്നിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യണതെന്നും അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല, നമുക്ക് കാരണം പലതല്ലോ. അവിടുത്തെ അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ എൻ്റെ മൈൻഡ് മൊത്തം മാറിക്കഴിഞ്ഞാൽ ഒരു ബോധവും ഇല്ലാതൊക്കെ ആയിരിക്കും ഞാൻ കിടന്ന് തുള്ളണതും അവിടെ ചെയ്തു കൂട്ടണൊക്കെ. അവിടെയൊക്കെ വന്ന് പാടെ എപ്പോഴും പോയിട്ടൊന്നുമില്ല. +1+2 പഠിച്ച സമയത്ത് കുപ്പികളെ കൊണ്ട് കയറി പോയതാ. അപ്പൊ അങ്ങനെ ആരെങ്കിലും ആ സമയത്തൊക്കെ ആവുമ്പോഴേ അനുഗ്രഹം ആയിട്ട് ആൾക്കാർ വരുന്നവരുണ്ട്. ഇപ്പോൾ ഓർക്കണ്ട, ചിലരൊക്കെ അനുഗ്രഹമായിട്ട് ഓടി വരികയൊക്കെ ചെയ്യും. ചിലവര് അവള് പാട്ടിനൊപ്പം അല്ല ചെണ്ടയോടൊപ്പം താളം കളിക്കുകയാണ്. കുറെ പേര് അങ്ങനെ അവൾക്ക് പ്രാന്താലും മറ്റേ സൂക്കേട പേര് പറഞ്ഞിട്ടുണ്ട്. അവളെ കേൾക്കാൻ രീതി പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മള് ഒന്നീ ദേവിയുടെ പാട്ടോ അല്ലെ മേളം ചിങ്കാരിമേളല്ല മേളം കൂട്ടുമ്പോ ആ ഇതില് നമ്മുടെ മൈൻഡ് മൊത്തത്തിൽ മാറിപ്പോവും. ഇപ്പോഴും ഒരു മൈൻഡ് മാറ്റം ഉണ്ട്. കാരണം നമുക്ക് ചില പാട്ട് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നമുക്കിവിടെ എന്താ പറയുക, ഒരു വല്ലാത്തൊരു നമുക്ക് വല്ല തോന്നിപ്പോ. നമ്മൾ പെങ്കൊച്ചും കൂടെ അല്ല സമയത്ത് നോയുമ്പം നമ്മളെ അമ്പലത്തിൽ പോകുമ്പോൾ ഭയങ്കര നോമ്പൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ അല്ല കൊട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡ് മാറി പിന്നെ അവിടെ തുള്ളലായിരിക്കും. അപ്പൊ ചില പറയാം കണ്ട അവള് കൊട്ടിനൊപ്പം തുള്ള നോക്കിക്കുക, അല്ലെങ്കിൽ എന്താ പാട്ട് സ്റ്റെപ്പ് ഒക്കെ നോക്കി, അപ്പൊ അറിഞ്ഞുകൊണ്ട് കളിക്കുന്നതല്ലേ, അങ്ങനെയൊക്കെ പറയും. ചോറ്റാനിക്കര അമ്പലത്തിൽ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു പോകുന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണല്ലോ കൊണ്ടേ അവിടെ ഇരുത്തിയത് അമ്മ. എന്റെ അമ്മയും മുത്തശ്ശി അനിയനൊക്കെ കൊണ്ടേ അവിടെ ഒന്ന് അമ്പലത്തിൽ തിരുമേനി പറഞ്ഞു അവിടെ കൊണ്ടോ ഒന്ന് കാണിതേ ഇരുത്ത്. അപ്പൊ കൂടുതലും അറിയാൻ പറ്റുമല്ലോ. അപ്പൊ എന്റെ അമ്മ കൂടുതലും അറിയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞപ്പോഴും
ചീത്തയല്ല, നല്ലതാണെന്ന് അവരും പറഞ്ഞു. നെഗറ്റീവ് എനർജി അല്ല. കാരണം അവിടെ ചീത്തയാണെങ്കിൽ പുറത്തേക്ക് ഓടിപ്പോയേനെ. അവിടെ അങ്ങനെ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു, നമ്മളെപ്പോലെ തന്നെ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പുറത്തേക്ക് ഓടിപ്പോവും. ഇത് ചീത്തയല്ല, നല്ലത് തന്നെയാണ്. അപ്പോൾ അത് പെങ്കൊച്ച കൂടെ അല്ല, അവളുടെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി അതുകൊണ്ട് വഴി ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അവരും ഇതായിട്ട് നമുക്ക് തന്നു വിട്ട് എന്തൊക്കെയോ ചരടൊക്കെ കുഴിച്ച് തന്നൊക്കെ വിട്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും വിശ്വാസമാണ് വീട്ടില്. വീട്ടിൽ എല്ലാവർക്കും വിശ്വാസമാണ്. എൻ്റെ അനിയൻ കൊച്ചാണ് ഭയങ്കര ഭദ്രകാളി വിഷ്ണുമായയുടെ ഭയങ്കര ഇതാ.